ജലാൽ ബഹുമാനപ്പെട്ട മമ്പുറങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം. അതുപോലെ എത്രയോ മഹത്തുക്കളെ നമുക്കറിയാം. എല്ലാവരുടെയും മഷൂറായ എല്ലാവരെയും നമുക്കറിയാം. ഇവർ ആരും പറഞ്ഞിട്ടില്ല, ഇങ്ങനൊരു ഫർദുൽ ജാമീൻ ആരും പരിചയപ്പെടുത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, നായികക്ക് 40 വട്ടം വിളിച്ചു പറയുന്നു, ഞങ്ങളുടെ ഷെയ്ഖിന്റെ മുരീദാണ് ബഹുമാനപ്പെട്ട മർഹൂം ഷെയ്ഖുന ഇ.കെ. ഹസൻ മുസ്ലിയാർ. ഇ.കെ. ഹസൻ മുസ്ലിയാർ ഇവരുടെ മുരീദാണെന്ന വിഷയം ലോകത്ത് ആരും അറിയില്ല. ഇ.കെ. ഹസൻ മുസ്ലിയാരുടെ കുടുംബക്കാർക്കറിയില്ല, ഇ.കെ. ഹസൻ മുസ്ലിയാരുടെ ശിഷ്യന്മാർക്കറിയില്ല. ഈ കാണുന്ന CD എവിടെ നിന്ന് ഇറക്കപ്പെട്ടതാണ്? സുബ്ഹാനല്ലാഹ്, പാലക്കാട് ജില്ലയിലെ ജാമിയ ഹസനിയ ഇസ്ലാമിയ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നിന്ന് ബഹുമാനപ്പെട്ട മാരാമംഗലം ഉസ്താദിന്റെ, ബഹുമാനപ്പെട്ട കൊമ്പ ഉസ്താദിന്റെ തുടങ്ങിയുള്ള ആൾക്കാർ നേതൃത്വം നൽകുന്ന ആ സ്ഥാപനത്തിൽ നിന്ന് ഇറക്കപ്പെട്ടതായ ഒരു CD-യാണ്. അവർക്കത് ഇറക്കാൻ അർഹതപ്പെട്ടവരുമാണ്. ബഹുമാനപ്പെട്ടവരുടെ ജീവിതം കൂടുതലായി ചെലവഴിച്ച മേഖലയാണ് ഈ പാലക്കാട് ജില്ല എന്ന് പറഞ്ഞാൽ. ആ പാലക്കാട് ജില്ലക്കാര് ഇറക്കി ബഹുമാനപ്പെട്ട ഇ.കെ. ഹസൻ മുസ്ലിയാരുടെ ഓർമ്മകൾ എന്ന് പറയുന്ന ഈ കാസറ്റില് എവിടെയും A.I. മുത്തുകോയ എന്ന് പറയുന്ന ഒരു ഷെയ്ഖിനെ അറിയില്ല. പിന്നെ ഇതാരറിഞ്ഞതാണ്? ഇവരിങ്ങനെ പടച്ചുണ്ടാക്കുകയാണ്. ബഹുമാനപ്പെട്ട ഈ സുലൈമാൻ ഉസ്താദും ബഹുമാനപ്പെട്ട ചെറിയ പി ഉസ്താദും ബഹുമാനപ്പെട്ട മഞ്ഞപ്പറ്റ ഉസ്താദും ഇവരെല്ലാം സമ്മേളനത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇവർ കൊണ്ടുപോയി സുബ്ഹാന ജല്ല ജലാലുഹു. അവസാനം അവർ CD-യാക്കുകയാണ്. അവരുടെ കോളേജിന്റെ സമ്മേളനത്തിന്റെ CD, സുബ്ഹാനല്ലാഹ്, ദൃശ്യാവിഷ്കരണം അതിന്റെ CD-യുടെ പുറത്തൊട്ടിച്ചതായി നമുക്ക് കാണാം. ഇതെല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. നേരെ സെന്ററിലിരിക്കുന്നതാരാ? ഇതാണ് ഇപ്പോഴുള്ള KP കോയ മുസ്ലിയാർ എന്നറിയപ്പെടുന്ന ഇവരുടെ ഇപ്പോഴുള്ള ഖലീഫ. അതിന്റെ മുകൾ ഭാഗത്താരാ? ചെറിയ പി ഉസ്താദ്. അതിന്റെ താഴെ ബഹുമാനപ്പെട്ട പോസോട്ട് തങ്ങള്. അതിന്റെ താഴെ ഈ സുലൈമാൻ ഉസ്താദ്. അതിന്റെ താഴെ വൈലത്തൂര് ബാബ ഉസ്താദ്, അതുപോലെ മഞ്ഞപ്പറ്റ ഉസ്താദ്. ഇവരെല്ലാം ചുറ്റുഭാഗത്തിരുത്തിക്കൊണ്ട് അവരെ കാസറ്റ് ഇറക്കി. സുബ്ഹാനല്ലാഹ്, എന്തിനിറക്കിയതാണ്? ഇനി ഈ സമസ്തയുടെ മഹത്തുക്കളായ പണ്ഡിതന്മാര് അവര് വഫാത്തായി കഴിഞ്ഞാൽ, കാലങ്ങൾ കുറെ കഴിഞ്ഞാൽ, ഇന്ന് ഇ.കെ. ഹസൻ മുസ്ലിയാരെ സംബന്ധിച്ച് ഇവര് പറയുന്നത് പോലെ ഇവരെല്ലാം ഞങ്ങളുടെ ഷെയ്ഖിന്റെ മുരീദന്മാരാണ്, ഞങ്ങളെ തരീഖത്തുകാരാണ് എന്നിവർ പറയില്ലേ? അന്ന് ഇവരെ എതിർക്കാനോ അതങ്ങനെയല്ല എന്ന് പറയാനോ ആരെങ്കിലും രംഗത്ത് വന്നാൽ അവരും കുറച്ച് വിഷമിക്കേണ്ടി വരില്ലേ? സുബ്ഹാന ജല്ല ജലാലുഹു. ഇങ്ങനെയുള്ള കബളിപ്പിക്കലിനെ സംബന്ധിച്ചും ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദ് പറയുന്നു, ഒന്ന് കേൾക്കുക. അങ്ങനെ കുറെ ഉണ്ട്. ഇപ്പൊ സമീപ സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് ഓരോന്ന് മുളച്ചു വന്നിട്ട് അവിടുത്തെ തെരീക്കത്ത്, ഇവിടുത്തെ തെരീക്കത്ത്, പല തെരീക്കത്ത്. ഈ തെരീക്കത്ത് മുഴുവൻ ഇവർ ചെലവാക്കുന്നത് നിസ്വാർത്ഥരായ ആലിമികളെ കൊണ്ടുപോകും. കള്ളം പറഞ്ഞിട്ട് എന്ത് സമ്മേളനം ഉണ്ട്. ഇപ്പൊ തങ്ങളുടെ തെരീക്കത്തിന് ഞാൻ തിന് വരൂല. തങ്ങളുടെ തെരീക്കത്ത് അക്കാ തെരീക്കത്താണെങ്കിലും ഞാൻ തരൂല. എന്തുകൊണ്ട്? ഈ തെരീക്കത്ത് ചെലവാക്കാനായിക്കൊന്ന് പേടിയിട്ടുണ്ടാവില്ലേ? ഞാൻ ഇവിടെ വന്നത് എന്തുകൊണ്ടാ? തങ്ങൾ ഈ തെരീക്കത്തിനൊക്കെ വിമർശിക്കുന്ന ആളാണ്. തങ്ങൾ ഇതിനൊക്കെ വിമർശിച്ചതുകൊണ്ടാണ് ഞാൻ വരുന്നത്. അല്ലെങ്കിൽ എനിക്കും പേടി ഉണ്ടാവും, ഇവിടെ എന്തെങ്കിലും വല്ല ഏതും ഉണ്ടോ അല്ലേ? പേടിക്കാൻ പറ്റുമോ? ഇങ്ങനെ ഓരോരുത്തരെ കൊണ്ടുപോവാ. ഈ കൊണ്ടുപോകുമ്പോ ഇവരെ വിചാരം നമ്മൾ ക്ഷണിച്ചല്ലേ നമ്മൾ പോവുക. ഒരു സ്ഥാപനത്തിന്റെ സമ്മേളനം. അപ്പൊ ആ സമ്മേളനത്തിന് നമ്മളെ സമസ്തയുടെ ഒരു ആലിമീങ്ങളൊക്കെ ക്ഷണിച്ചു. ഇവര് വല്ല കഥ അറിയോ? ഒരു കഥ അറിയില്ല. അവര് ക്ഷണിക്കപ്പെട്ടു, അവര് പോയി. അവർ പോന്നോ ശേഷം കണ്ടു നടുക്കല് ഷെയ്ഖിന്റെ ഫോട്ടോ, അതിന്റെ ചുറ്റുഭാഗങ്ങളിലൊക്കെ ഈ പോയവരൊക്കെ ഫോട്ടോ. എന്നിട്ട് കണ്ടോ ഞങ്ങളെ തെരീക്കത്തിൽ ഒരു പിഴവില്ല. എന്ത്? സമസ്ത പൂർണ്ണമായി ഞങ്ങൾ തെരീക്കത്തിന് അംഗീകരിച്ചിരിക്കുന്നു. കാരണം സമസ്തയുടെ പ്രസിഡന്റാണിത്, സമസ്തയുടെ സെക്രട്ടറിയാണിത്. ഈ സെക്രട്ടറിയും പ്രസിഡന്റും വല്ല സംഗതി അറിയോ? ഒന്നും അറിയില്ല. സമ്മേളനത്തിന് പോയതാ. കണ്ടോ? ഇതെല്ലാം കബളിപ്പിക്കലാണ്. എന്ന് മാത്രമല്ല, ഇ.കെ. ഹസൻ മുസ്ലിയാരുടെ ഒരുപാട് ശിഷ്യന്മാര് ഇന്ന് ജീവിച്ചിരിപ്പുള്ളവരുണ്ട്. അവരെ പലരെയും ഞാൻ കണ്ടു, ഫോണിലൂടെ ബന്ധപ്പെട്ടു, പലരിലൂടെയും ഞാൻ ബന്ധപ്പെടുത്തി. എന്നിട്ട് ഞാൻ ചോദിച്ചപ്പോൾ ശിഷ്യന്മാർക്കൊക്കെ പറയാനുള്ളത്, ഞങ്ങളെ A.I. മുത്തുകോയ എന്ന് പറയുന്ന ഒരു ഷെയ്ഖ് ഞങ്ങളുടെ ഉസ്താദിനുണ്ട് എന്നത് പച്ചക്കളവാണ്. കാരണം അങ്ങനെ ഞങ്ങൾക്ക് ആർക്കും, ഒരു ശിഷ്യന്മാർക്കും അറിയില്ല, ഒരു ഖാദിമിനും അറിയില്ല. എന്ന് മാത്രമല്ല,
മാത്രമല്ല, ഞങ്ങളൊക്കെ ചോദിക്കും ഞങ്ങൾക്കൊരു ഷെയ്ഖിനെ വേണ്ടേ? അപ്പോൾ പറയും ഈ കാലഘട്ടത്തെ എവിടെയാ മോനെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റിയ ഷെയ്ഖ് ഉള്ളത്? അത്ര വലിയ നിർബന്ധമുണ്ടെങ്കിൽ കക്കടിപ്പുറം അബൂബക്കർ ഉസ്താദിനെ പോയി കണ്ട് എന്തെങ്കിലും ഇജാസത്ത് വാങ്ങുക എന്നല്ലാതെ ഒരു കാമിലായ ഷെയ്ഖിനെ ഈ കാലഘട്ടത്ത് വല്ലാതെ പ്രയാസമാണ്. അതുകൊണ്ട് കാണുന്നതിന്റെ പുറകെ പോകരുതേ എന്നാണ് ഞങ്ങളെ ഉസ്താദ് ഞങ്ങൾ ഉപദേശിച്ചത് എന്ന് ശിഷ്യന്മാര് പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ ശിഷ്യന്മാർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അവരെ കൊണ്ട് വേണമെങ്കിൽ പറയിപ്പിക്കാനും തെളിവിന് കൊണ്ടുവരാനും ഞാൻ തയ്യാറാണ്. കണ്ടോ കള്ളത്തരങ്ങൾ പറയും.